നമസ്കാരം. ASA എഡ്യു ഓൺലൈൻ്റെ ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബോട്ടണിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ് നാം ചർച്ച ചെയ്യുന്നത്. എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്? ലോകത്തിൽ വിവിധ തരങ്ങളിലുള്ള ജീവജന്തുക്കളെ കാണുവാൻ വേണ്ടി സാധിക്കും. ആദിമ കാലഘട്ടത്തിൽ പ്രധാനമായും സസ്യങ്ങൾ, മൃഗങ്ങൾ എന്നീ രണ്ട് മേഖലകളിലാണ് ജീവജന്തുക്കളെ തരംതിരിച്ചിരുന്നത്. പിന്നീട് മൈക്രോസ്കോപ്പിൻ്റെയും മറ്റ് സൗകര്യങ്ങളുടെയും ഒക്കെ ലഭ്യത വർദ്ധിച്ചതോടുകൂടി ശാസ്ത്രജ്ഞർ അതിനെ വിവിധ കിങ്ഡങ്ങളായി തരംതിരിക്കുവാൻ തുടങ്ങി. നമുക്ക് ഈ പ്രാവശ്യം പഠിക്കുവാൻ വേണ്ടി നൽകിയിട്ടുള്ളത് RH വിറ്റാക്കർ 1969 നടത്തിയ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന മെത്തേഡിനെ സംബന്ധിച്ചാണ്. പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷൻ നടത്തപ്പെട്ടത് 5 ക്രൈറ്റീരിയകളെ സംബന്ധിച്ചായിരുന്നു. ഒന്നാമത് മോഡ് ഓഫ് ന്യൂട്രീഷൻ, അവയുടെ പോഷകാഹാര രീതി. രണ്ടാമതായിട്ടുള്ളതാണ് താലസ് ഓർഗനൈസേഷൻ. എന്താണ് ഈ താലസ് എന്ന് ചോദിച്ചാൽ അതൊരു അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ടിഷ്യൂ ആണ്. ഫിലമെൻറ്റിൽ അതിനെ കാണപ്പെടുന്നു. അങ്ങനെ ഈ ഫിലമെൻറ്റിൽ കാണപ്പെടുന്ന അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ടിഷ്യൂസായ ഈ ഒരു താലസിൻ്റെ ഓർഗനൈസേഷൻ അനുസരിച്ചും ഈ ഒരു തരംതിരിക്കൽ നടത്തപ്പെട്ടു. മൂന്നാമതായിട്ട് സെൽ സ്ട്രക്ചറാണ്. അവരുടെ കോശങ്ങളുടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നടത്തപ്പെട്ടു. നാലാമതായി ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്പ്, അവയുടെ എവല്യൂഷണറി, അവർ രൂപാന്തരം സംഭവിച്ച ആദിമ കാലഘട്ടത്തിൽ നിന്ന് അവർക്കുണ്ടായ രൂപാന്തരത്തെ സംബന്ധിച്ചുള്ള റിലേഷൻ, മറ്റൊന്നിനുള്ള ബന്ധം, അവയനുസരിച്ചും ഈ ഒരു ക്ലാസിഫിക്കേഷൻ സാധ്യമായി. അഞ്ചാമതായിട്ട് റീപ്രൊഡക്ഷൻ. നമുക്കറിയാം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, ബേഡ്സിൻ്റെ റീപ്രൊഡക്ഷൻ, പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്ഷൻ ഇവയെല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ റീപ്രൊഡക്ഷനും ഒരു ക്രൈറ്റീരിയയായി ഇവിടെ നിലനിൽക്കുന്നു. അടുത്തതായിട്ട് ഈ ഒരു ക്രൈറ്റീരിയയെ സംബന്ധിച്ച് 5 കിങ്ഡങ്ങൾ നിലവിൽ വന്നു. ഒന്നാമത് കിങ്ഡം മൊണീറ, രണ്ടാമത് കിങ്ഡം പ്രോട്ടിസ്റ്റ, മൂന്നാമത് കിങ്ഡം ഫംഗൈ, നാലാമത് പ്ലാന്റേ, അഞ്ചാമത് ആനിമാലിയ. ഇതിൽ തന്നെ ഈ കിങ്ഡം ഫംഗൈയെ പറ്റി മാത്രമേ നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കുവാൻ വേണ്ടി നൽകിയിട്ടുള്ളൂ. അതിനു മുൻപ് നമ്മുടെ പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ടേബിൾ 2.1 ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഈ 5 കിങ്ഡങ്ങളുടെയും 5 സവിശേഷതകളെ പറ്റിയുള്ള വിവരണങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമതായി കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറയെ സംബന്ധിച്ച് അതിൻ്റെ സെൽ ടൈപ്പ് എന്നുള്ളത് പ്രോക്യാരിയോട്ടിക് ആണ്. എന്താണ് ഈ പ്രോക്യാരിയോട്ടിക് കൊണ്ട് മീൻ ചെയ്യുന്നത്? ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ മെമ്പറൈൻ്റെ അകത്തല്ല ന്യൂക്ലിയസ് ഈ ഒരു സെല്ലിൽ കാണുവാൻ സാധിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് പ്രോക്യാരിയോട്ടിക് എന്നുള്ളത്. അപ്പോൾ ഈ 5 കിങ്ഡങ്ങളിൽ കിങ്ഡം മൊണീറയ്ക്ക് മാത്രമാണ് പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള സെൽ സ്ട്രക്ചർ ഉള്ളത്. ഇനി നമ്മൾ മുൻപോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റയും ഫംഗൈയും പ്ലാന്റേയും ആനിമേലിയയും ഈ കിങ്ഡങ്ങൾ എല്ലാം തന്നെ യൂക്യാരിയോട്ടിക് ആണ്. എന്താണ് യൂക്യാരിയോട്ടിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ ഫംഗൈയുടെ കാര്യം പഠിക്കുമ്പോൾ ആ ഭാഗത്ത് പരാമർശിക്കാം. അടുത്തതായി ഇവയുടെ സെൽ വോളാണ്. ഇതിൽ കിങ്ഡം ആനിമാലിയ, മനുഷ്യൻ ഉൾപ്പെടുന്ന കിങ്ഡം ആനിമാലിയയ്ക്ക് സെൽ വോള് കാണുവാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നാൽ മൊണീറയ്ക്ക് നോൺ സെല്ലുലാർ ആയിട്ടുള്ള സെൽ വോളുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റയിൽ ചില പ്രോട്ടിസ്റ്റകളിൽ മാത്രമേ സെൽ വോൾ കാണുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സെല്ലുലോസ് ഇല്ലാത്ത തരം സെൽ വോളാണ് കിങ്ഡം ഫംഗയിൽ കാണപ്പെടുന്നത്. കിങ്ഡം പ്ലാന്റയിൽ സെൽ വോൾ പ്രസൻ്റ് ആണ്. എന്നാൽ കിങ്ഡം ആനിമാലിയയിൽ സെൽ വോള് ആബ്സെൻ്റ് ആണ്. ഈ ന്യൂക്ലിയർ മെമ്പറൈനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ കിങ്ഡം മൊണീറയിൽ ന്യൂക്ലിയർ മെമ്പറൈൻ കാണുവാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രോക്യാരിയോട്ട് എന്നറിയപ്പെടുന്നത്. എന്നാൽ കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, ആനിമേലിയ തുടങ്ങിയവയ്ക്ക് ന്യൂക്ലിയർ മെമ്പറൈൻ പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മൊണീറയ്ക്ക് ആബ്സെൻ്റ് ആകുമ്പോൾ ബാക്കി 4നും പ്രസൻ്റ് ആവും. അപ്പോൾ കിങ്ഡം മൊണീറയ്ക്ക് ആബ്സെൻ്റ് ആയ ന്യൂക്ലിയർ മെമ്പറൈൻ കിങ്ഡം പ്രോട്ടിസ്റ്റയ്ക്കും ഫംഗൈക്കും പ്ലാന്റേയ്ക്കും ആനിമേലിയയ്ക്കും പ്രസൻ്റ് ആണ്. ഇനി ന്യൂക്ലിയർ
മെംബ്രെയിൻ്റെ കാര്യം കഴിഞ്ഞാൽ നമുക്ക് ബോഡി ഓർഗനൈസേഷനെ പറ്റി ഒന്ന് ആലോചിച്ചാൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് മൊണീറയിലും പ്രോട്ടിസ്റ്റയിലും കാണുന്നത്. ഫംഗൈക്ക് മൾട്ടി സെല്ലുലാർ ലൂസ് ടിഷ്യൂ ആണ്. പ്ലാന്റേയ്ക്ക് ടിഷ്യൂവും ഓർഗനും കാണാം. ആനിമലിയയ്ക്ക് ടിഷ്യൂവും ഓർഗനും ഓർഗൻ സിസ്റ്റം, ഓർഗൻസ് കമ്പൈൻ ചെയ്താണല്ലോ ഓർഗൻ സിസ്റ്റം ഉണ്ടാവുക. ഹ്യൂമൻസ് ഉൾപ്പെടെയുള്ള ആനിമലിയ ഗ്രൂപ്പിൽപ്പെട്ടവ, അവയ്ക്ക് ഒത്തിരി ഓർഗൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവയുടെ ബോഡി ഓർഗനൈസേഷനിൽ ഓർഗൻ സിസ്റ്റം കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ളതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ, അവയുടെ പോഷകാഹാരങ്ങൾ സ്വീകരിക്കുന്ന രീതി. അത് മൊണീറയും പ്രോട്ടിസ്റ്റയും അതുപോലെ പ്ലാന്റേയും. നമുക്കറിയാം പ്ലാന്റ് സ്വയമേ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു. അതുകൊണ്ട് അവ എന്താണ്? ഓട്ടോട്രോപ്പാണ്. എന്നാൽ ഫംഗൈയും ആനിമലിയും അവ ഹെറ്ററോട്രോപ്പിക്കാണ്. അപ്പോൾ മനുഷ്യൻ ഉൾപ്പെടുന്നതാണ് ആനിമൽസ്. അപ്പോൾ മനുഷ്യൻ സ്വയമേ ഭക്ഷണം അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നില്ല. നമ്മൾ അല്ലാതെ എക്സ്റ്റേണൽ സോഴ്സുകളെ ആശ്രയിച്ച് പാകം ചെയ്താണ് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫംഗൈയും ആനിമലിയയും ഹെറ്ററോട്രോപ്പിക്കും, മൊണീറയും പ്രോട്ടിസ്റ്റയും പ്ലാന്റേയും അവ ഓട്ടോട്രോപ്പിക്കുമാണ്. ഇനിയും ഈ ടേബിൾ ഓർത്തിരിക്കാൻ 3 കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സെൽ ടൈപ്പ് മൊണീറയ്ക്ക് പ്രോകാരിയോട്ടാണ്. അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റയ്ക്കും ഫംഗൈക്കും പ്ലാന്റേയ്ക്കും ആനിമലിയയ്ക്കും, ബാക്കിയുള്ളവയ്ക്കെല്ലാം യൂക്യാരിയോട്ട്. അപ്പോൾ മൊണീറ പ്രോകാരിയോട്ട് ആയാൽ ബാക്കിയുള്ളവ യൂക്യാരിയോട്ടാവും. ന്യൂക്ലിയർ മെമ്പറൈൻ മൊണീറയ്ക്ക് ആബ്സെൻ്റ് ആയാൽ ബാക്കിയുള്ളവയ്ക്ക് പ്രസൻ്റ് ആവും. ഇനി ബോഡി ഓർഗനൈസേഷൻ ചെറുതി തുടങ്ങുന്നു. സെല്ലുലാർ, പ്രോട്ടിസ്റ്റയും സെല്ലുലാർ, ഫംഗൈ മൾട്ടി സെല്ലുലാർ ലൂസ് ടിഷ്യൂ. പിന്നീട് വരുമ്പോൾ പ്ലാന്റേ, അവ ടിഷ്യൂവും കൂടെ ഒരു സാധനം കൂടി ഓർഗൻസ്. ഇച്ചിടെ മുമ്പോട്ട് വരുമ്പോൾ ആനിമാലിയ, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം എന്നിങ്ങനെ ആ ടേബിള് ഈ 3 കാര്യമെങ്കിലും നിർബന്ധമായി എല്ലാവരും ഓർത്തിരിക്കണം. ഇനി നമുക്ക് പഠിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന ഫോക്കസ് ഏരിയയിലുള്ള ഭാഗമാണ് കിങ്ഡം ഫംഗൈ. അതിലുൾപ്പെടുന്ന ജന്തുക്കൾക്ക് 2 സവിശേഷതകളുണ്ട്. ഒന്ന്, ദി ആർ യൂക്യാരിയോട്ടിക് ഹെറ്ററോട്രോപ്പിക് ഓർഗാനിസം. എന്താണ് യൂക്യാരിയോട്ടിക് എന്ന് വെച്ചാൽ? ദേ ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് വിത്ത് എ ന്യൂക്ലിയർ മെംബ്രെയിനോട് കൂടിയ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ളതിനാൽ തന്നെ കിങ്ഡം ഫംഗൈ എന്താണ്? യൂക്യാരിയോട്ടിക്കാണ്. ദേ ആർ ഹെറ്ററോട്രോപ്പിക്, അവ ഹെറ്ററോട്രോപ്പിക്കാണ്. അതെങ്ങനെയാണ്? അവയ്ക്ക് സ്വയമേ ഭക്ഷണം ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഒന്നെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളിൽ നിന്ന് അവ അബ്സോർബ് ചെയ്തെടുക്കും. ഇനിയും കിങ്ഡം ഫംഗൈയുടെ മറ്റൊരു സവിശേഷതയാണ് ഹൈഫ. എന്താണ് ഈ ഹൈഫ എന്നുള്ളത്? അവരുടെ ബോഡിയിൽ ഒരു നീളത്തിൽ നേരത്ത നൂല് പോലെയുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. എ ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഫ എന്നുള്ളത്. അപ്പോൾ ഈ ഹൈഫകളുടെ ഒരു നെറ്റ്വർക്കിനെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ മൈസീലിയം എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനിയും ഹൈഫയുമായി ബന്ധപ്പെട്ടൊരു 2 ടേം കൂടി ഓർത്തിരിക്കണം. അതായത് ഈ ഹൈഫ എന്നുള്ളത് നമ്മൾ പറഞ്ഞു ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ്. അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കണ്ടിന്യൂസ് ട്യൂബ്സായി അതിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഹൈഫകളെ കാണുകയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് സീനോസെറ്റിക് അഥവാ അസെപ്റ്റേറ്റ് ഹൈഫ. എങ്ങനെയാണ്? കണ്ടിന്യൂസ് ട്യൂബ്സ് filled with multi-nucleated cytoplasm. Thus, the hyphae are called cenocetic or aseptate hyphae. അടുത്തതായിട്ടുള്ളതാണ് സെപ്റ്റേറ്റ് ഹൈഫെ. എന്താണ് സെപ്റ്റേറ്റ് ഹൈഫെ എന്നുള്ളത്? സം അതേഴ്സ് ഹാവ് സെപ്റ്റേ ഓർ ക്രോസ് വോൾസ് ഇൻ ദർ ഹൈഫെ. ഹൈഫയിൽ സെപ്റ്റേ അഥവാ ക്രോസ് വോൾസ് ഉള്ളതിനെയാണ് സെപ്റ്റേറ്റ് ഹൈഫെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഹൈഫെ? ലോങ് സ്ലെൻഡർ ലൈക്ക് ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ്. അതിനെ നെറ്റ്വർക്കിനെ മൈസീലിയം എന്ന് വിളിക്കുന്നു. ഇനിയും ഈ ഒരു ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിന് പകരം കണ്ടിന്യൂസ് ട്യൂബ്സ് ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം ആണെങ്കിൽ അതിനെ സീനോസെറ്റിക് അഥവാ അസെപ്റ്റേറ്റ് ഹൈഫ എന്ന് വിളിക്കുന്നു. അതുമല്ല, അവ ഹൈഫകൾ അത് സെപ്റ്റയോ ക്രോസ് വാൾസോ അവരുടെ ഹൈഫകളിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എങ്കിൽ അതിനെ സെപ്റ്റേറ്റ് ഹൈഫ എന്നും വിളിക്കുന്നു. ഇനി ഫംഗൽ സെൽ വോളിനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ ഫംഗൽ സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ്. കൈറ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം. കൈറ്റിൻ വെള്ളത്തിലോ മറ്റ് ഡൈല്യൂട്ട് ആസിഡിലോ ആൽക്കലിയിലോ ഒന്നും ഡിസോൾവ് ആകുകയില്ല. അപ്പോൾ അത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലായ കൈറ്റിനാലും പോളിസാക്കറൈഡുകളാലും നിർമ്മിതമാണ് ഫംഗൽ സെൽ വോൾ. നമ്മൾ നേരത്തെ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ ഫംഗൈ ആർ ഹെറ്ററോട്രോപ്പിക്.
അവ സ്വയമേ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയില്ല, മറ്റ് ജന്തുക്കളെ ആശ്രയിക്കും. അപ്പോൾ 2 തരത്തിലുള്ള ജന്തുക്കളുണ്ട്, ലിവിങ് ആയിട്ടുള്ളതും നോൺ ലിവിങ് ആയിട്ടുള്ളതും. അതിൽ നോൺ ലിവിങ് ആയിട്ടുള്ള വസ്തുക്കളെ ആശ്രയിച്ച് അതിൽ നിന്നാണ് ഭക്ഷണം ശേഖരിക്കുന്നതെങ്കിൽ നമ്മൾ അവയെ സാപ്രോഫൈറ്റ് എന്ന് വിളിക്കും. അങ്ങനെയല്ല, ജീവനുള്ളവയിൽ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇവ ഭക്ഷണം ശേഖരിക്കുന്നത് എങ്കിൽ നമ്മൾ അവയെ പാരസൈറ്റ്സ് എന്നും വിളിക്കും. അപ്പോൾ ഹെറ്ററോട്രോപ്പിക്കിൻ്റെ ഒരു 2 വശങ്ങളാണ് പാരസൈറ്റ്സും അതുപോലെ തന്നെ സാപ്രോഫൈറ്റ്സും. നോൺ ലിവിങ് ആയ വസ്തുക്കളിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കുകയാണ് എങ്കിൽ അതിനെ സാപ്രോഫൈറ്റ് എന്നും, ലിവിങ് ആയിട്ടുള്ളവയോട് ചേർന്ന് ഭക്ഷണം ശേഖരിക്കുകയാണെങ്കിൽ അതിനെ പാരസൈറ്റ്സ് എന്നും വിളിക്കുന്നു. ഇനി ഈ ഫംഗസുകൾ അവ സിംബയോൺസായും നമുക്ക് കാണപ്പെടുവാൻ സാധിക്കും. ഈ ഫംഗസും ആൽഗയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെ നമ്മൾ ലൈക്കൺസ് എന്നും, ഇനിയും ഈ ഫംഗസും റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്, വലിയ പ്ലാന്റ്സിൻ്റെ റൂട്ട്സുമായിട്ടുള്ള ആ ഒരു സിംബയോട്ടിക് അസോസിയേഷനാണ് എങ്കിൽ നമ്മൾ അവയെ മൈക്കോറൈസ എന്നും വിളിക്കുന്നു. അപ്പോൾ ലൈക്കൺസും മൈക്കോറൈസയും ഫംഗസിൻ്റെ ഒരു സിംബയോട്ടിക് അസോസിയേഷനുകളിൽ ഉൾപ്പെടുന്ന പേരുകളാണ്. ഇനിയും സം കോമൺ ടൈപ്സ് ഓഫ് ഫംഗൈ, അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ടുള്ളതാണ് ഈസ്റ്റ്. ബ്രെഡും ബിയറും ഒക്കെ നമ്മൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫംഗൽ കിങ്ഡത്തിൽപ്പെട്ട ഒരു വസ്തുവാണ്. അതുപോലെ തന്നെ ഈ വീറ്റ് റസ്റ്റ് ഡിസീസ് എന്ന് പറയുന്ന ഒരു തരം രോഗം, അതായത് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഇലകളിലൊക്കെ ഗോൾഡൻ റാഷസ് കാണപ്പെടുന്ന ഈ ഒരു രോഗം വരുത്തുവാൻ കാരണമായ പ്യൂസീന എന്ന് പറയുന്ന ഓർഗാനിസവും ഫംഗൈ കിങ്ഡത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമുക്കറിയാം, ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ അത് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അദ്ദേഹം പെൻസിലിൻ കണ്ടുപിടിച്ചതിൻ്റെ സോഴ്സ് എന്നുള്ളത് പെൻസിലിയം എന്ന് പറയുന്ന ഫംഗൈ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഓർഗാനിസമാണ്. അടുത്തതായിട്ട് ഫംഗൈ ഗ്രൂപ്പിൽപ്പെട്ടവയുടെ റീപ്രൊഡക്ഷനെ സംബന്ധിച്ച് ചിന്തിച്ച് നോക്കാം. അപ്പോൾ അവയുടെ റീപ്രൊഡക്ഷൻ അവ വെജിറ്റേറ്റീവ്ലി, സെക്ഷുവലി, അസെക്ഷുവലി എന്നീ 3 തരത്തിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അവയുടെ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. ഒന്നാമത്, ഇവ വെജിറ്റേറ്റീവ്ലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് 3 മെത്തേഡുകളിലാണ്. ഒന്ന് ഫ്രാഗ്മെൻറ്റേഷൻ, രണ്ടാമത് ബഡ്ഡിങ്, മൂന്നാമത് ഫിഷൻ. അതുപോലെ ഇവ എന്താണ് എന്ന് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടില്ല, ഈ പേരുകൾ മാത്രം ഓർത്തിരിക്കുക. അടുത്ത വർഷം ഇവ എന്താണെന്ന് വിശദമായി പഠിക്കുന്നുണ്ട്. ഫ്രാഗ്മെൻറ്റേഷൻ, ബഡ്ഡിങ്, ഫിഷൻ എന്നീ 3 വെജിറ്റേറ്റീവ് രീതികളിലൂടെ ഇവ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി അസെക്ഷുവലി അവ സ്പോറുകളിലൂടെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവയെ നമുക്ക് 3 രീതിയിൽ സംബോധന ചെയ്യാം. ഒന്നാമത് കൊണീഡിയ, രണ്ടാമത് സ്പൊറാഞ്ചിയോസ്പോർ, മൂന്നാമത് അപ്ലാനോസ്പോർ അഥവാ സൂസ്പോർസ്. ഈ 3 തരത്തിലുള്ള അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് രീതികളും നമുക്ക് ഫംഗൈയിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനിയും സെക്ഷുവലി ഇവ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രധാനമായും 3 സ്പോറുകളിലൂടെയാണ്. ഒന്ന് ഊസ്പോർ, 2 അസ്കോസ്പോർ, 3 സൈഗോസ്പോർ അഥവാ ബെസിഡിയോസ്പോർ. ഇവയിലൂടെയാണ് ഇവ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇവയുടെ സെക്ഷുവൽ സൈക്കിളിനെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ പ്രധാനമായും അവരുടെ സെക്ഷുവൽ സൈക്കിളിൽ 3 സ്റ്റെപ്പുകൾ കാണാം. ഒന്ന് പ്ലാസ്മോഗമി, 2 കാരിയോഗമി, 3 മിയോസിസ്. എന്താണ് ഈ പ്ലാസ്മോഗമി എന്ന് ചോദിച്ചാൽ, പ്രോട്ടോപ്ലാസം 2 മോട്ടൈൽ ആയിട്ടുള്ള ഗ്യാമീറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ 2 നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗ്യാമീറ്റ്സിൻ്റെയോ പ്രോട്ടോപ്ലാസത്തിൻ്റെ ഫ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഗമി. ഇനിയും 2 ന്യൂക്ലിയസുകളുടെ ഫ്യൂഷനാണ് നടക്കുന്നതെങ്കിൽ നമ്മളതിനെ കാരിയോഗമി എന്നും വിളിക്കുന്നു. സൈഗോട്ട് മിയോസിസിന് വിധേയപ്പെട്ടുകൊണ്ട് ഹാപ്ലോയിഡ് സ്പോറുകൾ ഉണ്ടാകുന്ന പ്രക്രിയയെ നമ്മൾ മിയോസിസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകൾ പ്രധാനമായും ഓർത്തിരിക്കണം: പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. ഇനി നമുക്കുള്ളതാണ് ഡൈകാരിയോട്ടിക് സെൽ. അപ്പോൾ ചില ഫംഗൈകളിൽ കാരിയോഗമി ഡിലേഡ് ആയിട്ട് അവ മിയോസിസിന് തൊട്ട് മുൻപായി ഉണ്ടാകും. അപ്പോൾ മിയോസിസിന് തൊട്ട് മുൻപായി കാരിയോഗമി നടത്തപ്പെടുന്ന അവസരത്തിൽ ഓപ്പോസിറ്റ് ന്യൂക്ലിയകൾ അവ പെയർഡായിട്ട് കാണപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഓപ്പോസിറ്റ് ന്യൂക്ലിയകൾ പെയർഡായിട്ട് കാണപ്പെടുന്നത് N+N എന്ന രീതിയിലാണ്. അവയെ നമ്മൾ ഡൈകാരിയോൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഫ്യൂഷന് മുമ്പ് അങ്ങനെ കാണപ്പെടുന്നവ നമ്മൾ ഡൈകാരിയോൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡൈകാരിയോൺ കാണപ്പെടുന്ന സെല്ലുകളെ നമ്മൾ ഡൈകാരിയോട്ടിക് സെൽസ് എന്നും സംബോധന ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഫംഗൈ എന്ന ഗ്രൂപ്പിൽ നമുക്ക് പഠിക്കുവാൻ വേണ്ടി നൽകിയിട്ടുള്ളത്.
ഇനിയും ഈ 5 കിങ്ഡത്തിലും ഉൾപ്പെടാതെ നിലകൊള്ളുന്നവയാണ് വൈറസ്, വൈറോയിഡ്സ്, ലൈക്കൺസ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ വൈറസ്, വൈറോയിഡ്സ്, ലൈക്കൺസ് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നോൺ സെല്ലുലാർ ഓർഗാനിസം ഹാവിങ് ഇനേറ്റ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ദ ലിവിങ് സെൽസ് ആർ ടേംഡ് ആസ് വൈറസസ്. അപ്പോൾ ഒരിക്കൽ ഈ വൈറസ് ഒരു ലിവിങ് സെല്ലിലേക്ക് കയറിയാൽ ആ സെല്ലിലെ മെഷീനറി, അവയുടെ പ്രവർത്തനം ഉപയോഗിച്ച് ഇവ റെപ്ലിക്കേറ്റ് ചെയ്ത് വളരുന്നു. അതാണ് വൈറസിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഇനി വൈറസ് എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം എന്നുള്ളത് വെനം അഥവാ പോയിസണസ് ഫ്ലൂയിഡ് എന്നാണ്. ഇത് നൽകിയിരിക്കുന്നത് പാസ്റ്റർ എന്ന സയൻറ്റിസ്റ്റാണ്. ഇനിയും ഒരു 3 സയൻറ്റിസ്റ്റുകളും അവരുടെ കണ്ടുപിടുത്തങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത്, ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഈ ടോപ്പിക്കിലെ ഈ സയൻറ്റിസ്റ്റുകളുടെ കണ്ടുപിടുത്തം, അതായത് സയൻറ്റിസ്റ്റുകളുടെ കണ്ടുപിടുത്തം വ്യക്തമായി നമ്മുടെ നോട്ടിൽ തന്നിട്ടുണ്ട്. എന്താണ് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചതെന്നും ഏത് വർഷത്തിലാണ് കണ്ടുപിടിച്ചതെന്നും സയൻറ്റിസ്റ്റുകളുടെ പേരും ഒരു ടേബിളായി എല്ലാവരും എഴുതുക. ഈ നോട്ട്സിൻ്റെ ഉൾപ്പെടെ അതുകൂടെ ഒന്ന് എഴുതി സൂക്ഷിക്കണം. അതായത് DJ ഇവാനോസ്കി, MW ബേജർനിക്, അതുപോലെ തന്നെ WM സ്റ്റാൻലി, എന്താണ് ഇവർ കണ്ടെത്തിയത്, അതുപോലെ തന്നെ ഏത് വർഷത്തിലാണ് ഏത് സയൻറ്റിസ്റ്റാണ് കണ്ടെത്തിയത് എന്നുള്ളതും ടേബിളായി എഴുതി സൂക്ഷിക്കണം. ഇനിയും നമുക്ക് ചർച്ച ചെയ്യുവാനുള്ള അടുത്ത സംഗതി എന്നുള്ളത് സ്ട്രക്ചർ ഓഫ് വൈറസിനെ സംബന്ധിച്ചാണ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് വൈറസ് എന്താണ്, അല്ലെ വൈറസിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇസ് എ ന്യൂക്ലിയോ പ്രോട്ടീൻ മേഡപ്പ് ഓഫ് പ്രോട്ടീൻ കോൾഡ് ക്യാപ്സിഡ്. അപ്പോൾ ഈ വൈറസിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് അവ ഒരു ന്യൂക്ലിയോ പ്രോട്ടീനാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാപ്സിഡ് എന്ന് പറയുന്ന പ്രോട്ടീനാലാണ്. ഇനി ഈ ക്യാപ്സിഡ് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, ഹെലിക്കൽ അഥവാ പോളിജോമെട്രിക്കൽ ആയിട്ടുള്ള ഫോമുകളിൽ ക്യാപ്സോമേഴ്സിനെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ക്യാപ്സിഡ്സ് രൂപപ്പെടുന്നത്. അപ്പോൾ ഇവയിൽ ഒന്നുകിൽ ഡബിൾ സ്റ്റാൻഡേർഡോ സിംഗിൾ സ്റ്റാൻഡേർഡോ ആയിട്ടുള്ള DNA-യോ RNA-യോ ജനറ്റിക് മെറ്റീരിയലായി നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇനി പ്ലാന്റിൽ കാണപ്പെടുന്ന പ്ലാന്റ് വൈറസസ് അവയ്ക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. എന്നാൽ ബാക്ടീരിയോഫേജസിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA കാണാം. അതുപോലെ തന്നെ ആനിമൽ വൈറസുകളിൽ ഒന്നെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡോ ആയിട്ടുള്ള DNA-യോ RNA-യോ കാണുവാൻ വേണ്ടി സാധിക്കും. ഇവ എല്ലാം ഒരുമിച്ച് കാണപ്പെടുകയില്ല. ഏതെങ്കിലും ഒന്നെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡോ ഡബിൾ സ്റ്റാൻഡേർഡോ ആയിട്ടുള്ള DNA-യോ RNA-യോ കാണുവാൻ വേണ്ടി സാധിക്കും. ഇനിയും ഈ വൈറസ് മൂലമുണ്ടാകുന്ന ഡിസീസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, മംസും സ്മോൾ പോക്സും എയ്ഡ്സും ഈ വൈറസ് മൂലമുണ്ടാകുന്ന ഡിസീസുകൾക്ക് എക്സാമ്പിൾസാണ്. അടുത്തതായിട്ട് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത സാധനങ്ങളുടെ പേരാണ് വൈറോയിഡ്സ്. എന്താണത്? അവ ഒരു ഇൻഫെക്ഷ്യസ് ഏജൻ്റാണ്. ഫ്രീ RNA, ലാക്ക് ഓഫ് പ്രോട്ടീൻ കോട്ട് നമുക്ക് ഇവ പരിശോധിച്ചാൽ കാണുവാൻ വേണ്ടി സാധിക്കും. ഇനിയും ഈ വൈറോയിഡ്സിലെ RNA-ക്ക് ലോ മോളിക്കുലാർ വെയിറ്റ് ആണ്. അതുപോലെ തന്നെ പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് എന്ന് പറയുന്ന രോഗം വരുത്തുവാൻ കാരണം ആയിട്ടുള്ളത് ഈ പറയുന്ന വൈറോയിഡ്സ് ആണ്. 1971 ടിയോ ഡൈനിയറാണ് ഈ വൈറോയിഡ്സിനെ കണ്ടെത്തിയത്. ഇനിയും നമുക്ക് പഠിക്കാനുള്ളവയാണ് ലൈക്കൺസ്. അത് നമ്മൾ ഫംഗസിനെ പറ്റി പഠിച്ചപ്പോൾ ഒന്ന് കേട്ടിരുന്നു. എന്താണ് ഈ ലൈക്കൺസ് എന്നുള്ളത്? ആൽഗൽ കമ്പോണൻറ്റും ഫംഗൽ കമ്പോണൻറ്റും ആയിട്ടുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് ലൈക്കൺസ് എന്നുള്ളത്. അപ്പോൾ ആൽഗൽ പ്ലസ് ഫംഗൽ കമ്പോണൻറ്റ് ഗീവ്സ് ലൈക്കൺസ്. അവയുടെ ആ സിംബയോട്ടിക് അസോസിയേഷനാണ് ലൈക്കൺസ് എന്നുള്ളത്. ഇതിൽ ആൽഗൽ കമ്പോണൻറ്റിനെ ഫൈക്കോബാൻഡ് എന്നും അതുപോലെ ഫംഗൽ കമ്പോണൻറ്റിനെ മൈക്കോബാൻഡ് എന്നും നമ്മൾ വിളിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു കോപ്പറേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ആൽഗെ ഫംഗസിന് വേണ്ടി ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഫംഗസ് എന്നുള്ളത് ഹെട്രോട്രോപ്പിക്കാണ്, സ്വയമേ ഫുഡ് ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് ഇവയ്ക്ക് വേണ്ട ഫുഡ് ആര് കൊടുക്കും? ആൽഗെ കൊടുക്കും. അപ്പോൾ ഫംഗ എന്ത് ചെയ്യും ചോദിച്ചാൽ, ആൽഗയ്ക്ക് വേണ്ട ഷെൽട്ടറും അതുപോലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ട ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്ത് ഫംഗൈ കൊടുക്കും. അപ്പോൾ ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് സിംബയോട്ടിക് അസോസിയേഷൻ ഫോം ചെയ്യുന്നു. അതിനെ നമ്മൾ ലൈക്കൺസ് എന്ന് വിളിക്കുന്നു. അതുപോലെ ഈ ലൈക്കൺസിൻ്റെ മറ്റൊരു പ്രത്യേകത, അവ നല്ല പൊല്യൂഷൻ ഇൻഡിക്കേറ്ററാണ്. ഇതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പൊല്യൂഷൻ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഇവ വളരുന്നില്ല. ഈ ഒരു പ്രതിഭാസം, ലൈക്കൺസ് എന്ന പ്രതിഭാസം പൊല്യൂഷനുള്ള സ്ഥലങ്ങളിൽ കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ലൈക്കൺസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ
ഇതൊരു പൊല്യൂഷൻ ഇൻഡിക്കേറ്ററായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഫോക്കസ് ഏരിയയിൽ നൽകിയിട്ടുള്ളത്. ഇനിയും രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ഈ പാഠഭാഗം ഈ നോട്ട്സ് വായിക്കുന്നതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക് കൂടി നിങ്ങൾ റെഫർ ചെയ്യണം. ഏതെങ്കിലും പോയിൻറ്റ്സ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂടി ചേർക്കണം. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭംഗിയായ നിലയിൽ ഒന്നാമത്തെ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് രണ്ടാമത്തെ പാഠം ചർച്ച ചെയ്യാം. എല്ലാ ASA എഡ്യു ഓൺലൈൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.